രാമനെ തന്നെ ഭജിച്ചു വിദ്വജ്ജനമാമയം നൽകുന്ന സംസാരസാഗരം ലംഘിച്ചു രാമപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളുന്നിതു സന്തതം ബുദ്ധതത്വന്മാർ നിരന്തരം രാമനിച്ചിത്താംബുജത്തിങ്കൽ നിത്യവും ധ്യാനിച്ചു തച്ചരിത്രങ്ങളും ചൊല്ലി നാമങ്ങളും ഉച്ചരിച്ചാത്മാനമാത്മന കണ്ടു കണ്ടച്യുതനോടു സായുജ്യവും പ്രാപിച്ചു നിശ്ചലാനന്ദേ ലയിക്കും നിധന്വഹം മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചു കൊള്ളുക ആനന്ദമൂർത്തിയെ. സോദരനേവം പറഞ്ഞതു കേട്ടതിക്രോധം നുഴുത്ത ദശാസ്യനും ചെല്ലിനാൻ ജ്ഞാനോപദേശമെനിക്കു ചെയ്വാനല്ല ഞാനിന്നുണർത്തി വരുത്തിയതാസുഖം നിദ്രയെ സേവിച്ചു കൊള്ളുക നീയെത്രയും ബുദ്ധിമാനെന്നതുമിന്നറിഞ്ഞേനഹം വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ ആമെങ്കിലാശു ചെന്നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ. അഗ്രജൻ വാക്കുകളിത്തരം കേട്ടള ഉഗ്രനാം കുംഭകർണൻ നടന്നിടിനാൻ വ്യഗ്രവും കൈവിട്ടു യുദ്ധേ രഘൂത്തമൻ നിഗ്രഹിച്ചാൻ വരും മോക്ഷമെന്നോർത്തവൻ പ്രാകാരവും കടന്നു തംഗശൈലരാജാകാര മോടലറിക്കൊണ്ടതിദ്രുതം 1000 ഭാരമിരുമ്പു കൊണ്ടുള്ള തന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരസേനയിൽ പുക്കോരു നേരത്തു വാനരവീരരെല്ലാവരുമോടിനാർ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.